പ്രായം കുറഞ്ഞ വ്യക്തി ഞാനാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ടാമത് കഷ്ടിച്ചുണ്ടായിരുന്നു എന്നേക്കാൾ ചെറിയ വേദനയിപ്പ് കാണാനില്ല. അനുഭവം കൊണ്ടും അറിവുകൊണ്ടും താഴെ നിൽക്കുന്ന എന്നെ ഈ ഒരു ദൗത്യം ഏൽപ്പിച്ചപ്പോഴും കലയാണല്ലോ സാഹിത്യമാണല്ലോ എന്നോടുള്ള വിചാരത്തിൽ അതിനോടുള്ള സ്നേഹം കാരണം ഏറ്റെടുത്തതാണ്. അതുകൊണ്ട് ആവുന്നതിന് ചെയ്യാം. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു കലയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ആനന്ദം എന്നുള്ളതാണ്. എല്ലാവർക്കും സന്തോഷം നൽകുന്നത് എന്നാണ് ആ ഒരു പദത്തിന് തന്നെ അർത്ഥം. അതെത്രത്തോളം ആൾക്കാർ ധരിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. കല എന്ന് പറയുന്ന പദത്തിന്റെ നിരുക്തി പറയുന്നത് കം ലാതി ഇതി കല എന്നാണ്. കം എന്ന് പറയുന്ന പദത്തിന് സുഖശീർഷ ജലേഷു കം എന്ന് പറയുന്നു. സുഖമെന്നും ശീർഷമെന്നും ജലം എന്നും അർത്ഥമുണ്ട് കം എന്ന് പറയുന്ന പദത്തിന്. ഒന്നുകൂടി വ്യക്തമാക്കാം. കമലം എന്ന് പറയുന്ന പദം നമ്മൾ കേട്ടിട്ടുണ്ടാവും, താമര എന്ന അർത്ഥം. ജലത്തിന് അലങ്കാരമായിട്ടുള്ളത് എന്നുള്ള അർത്ഥത്തിലാണ് കമലം എന്ന് പറയുന്ന പദം വരുന്നത്. അതുപോലെ കഴുത്തിന് പറയുന്ന മറ്റൊരു പേരാണ് കന്ധര എന്ന്. കം എന്ന് പറഞ്ഞാൽ ശിരസ്, ശിരസിനെ ധരിക്കുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് കന്ധര എന്ന് പറയുന്ന പദം വന്നിട്ടുള്ളത്. അതുപോലെ കം ലാതി, സുഖത്തെ കൊണ്ടുതരുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് കല എന്ന് പറയുന്ന പദം വന്നിട്ടുള്ളത്. അപ്പൊ ഈ സുഖം എന്ന് പറയുന്നത് മനസ്സിന്റെ ഒരു അനുഭവമായിട്ടുള്ള അവസ്ഥയാണ്. സുഖാദ്യുപലബ്ധി സാധനം മന എന്ന് താർക്കികന്മാർ പറയും. അപ്പൊ അങ്ങനെ സുഖം ഉണ്ടാക്കി തരിക, അത് എങ്ങനെയുള്ള സുഖം? ബ്രഹ്മാനന്ദ സോദരമായിട്ടുള്ള സുഖമാണ്. നമ്മൾ മതിമറന്നിരുന്ന് ആനന്ദിക്കുന്ന ഒരു സുഖത്തെയാണ് ഈ കലകളെല്ലാം തന്നെ നമുക്ക് ഉണ്ടാക്കി തരുന്നത് എന്നാണ് ആദ്യമായി പറയാനുള്ളത്. പിന്നെ എനിക്ക് തന്ന വിഷയം അനുഷ്ഠാന വാദ്യങ്ങൾ ആണ്. കലയുടെ ഈശ്വരീയത എന്ന് പറയുന്ന ടൈറ്റില് അനുഷ്ഠാന വാദ്യങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഇതിൻ്റെ പ്രയോഗം, ആ ഒരു വിഷയത്തെ പറ്റി ചിന്തിക്കുമ്പോൾ ഞാൻ രണ്ട് ഭാഗങ്ങളായിട്ട് പറയാം. വാദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ വാദ്യ ഉപകരണങ്ങൾ, അനുഷ്ഠാനമായിട്ട് ഉപയോഗിക്കുന്ന വാദ്യ ഉപകരണങ്ങളെ പറ്റി ചില വിവരണവും, അതിനുശേഷം ഇതിൻ്റെ പ്രയോഗം ഉണ്ടായിട്ടുള്ള വാദ്യവിശേഷങ്ങൾ, പല വാദ്യങ്ങളും ചേർന്ന് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ വാദ്യവിശേഷത്തിന് ഓരോ പേരുകളിട്ടുണ്ട്. അത് രണ്ടാമത്തെ ഭാഗമായിട്ട് പറയാം. ഈ അനുഷ്ഠാന വാദ്യങ്ങളിൽ ഏറ്റവും പരമപ്രധാനമായിട്ട് നമ്മൾ കണക്കാക്കുന്നത് ശംഖ് എന്ന് പറയുന്ന വാദ്യോപകരണമാണ് ഒന്നാമത്തെ സ്ഥാനത്ത് നിൽക്കുന്നത്. ശംഖ് എന്നത് സാധാരണയായിട്ട് രണ്ട് തരത്തിൽ ഉണ്ട്. നമ്മൾ ഇടംബിരി ശംഖ്, വലംബിരി ശംഖ് എന്ന് പറഞ്ഞ രണ്ട് തരത്തിൽ പറയും. വലംബിരി അതിൽ ലക്ഷ്മി ശംഖ് എന്ന് പറയുന്ന മറ്റൊരു പേരും കൂടി ഉണ്ട് അതിന്. പിന്നെ ഈ ശംഖിന്റെ ഉപയോഗം എന്ന് പറയുന്നത് രണ്ട് തരത്തിൽ. പൂജാവേളയിൽ അതിന് ഒരു സ്ഥാനമുണ്ട്. പൂജയ്ക്കുള്ള തീർത്ഥം കുളിക്കാനും ഒക്കെ ആയിട്ട് ശംഖതീർത്ഥം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അപ്പോൾ അങ്ങനെ ഒരു പൂജയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു ഉപകരണം. അതുപോലെ വാദ്യമായിട്ടും ഉപയോഗിക്കുന്ന ശംഖ്. വാദ്യമായിട്ട് ഉപയോഗിക്കുന്ന ശംഖിന് രണ്ട് ദ്വാരങ്ങളുണ്ടാവും. പൂജയ്ക്ക് ഉപയോഗിക്കുന്നതിന് ഒരു ദ്വാരം മാത്രമേ ഉണ്ടാവാറുള്ളൂ. അപ്പം ഈ ഒരു ക്ഷേത്രത്തിൽ എപ്പോഴും ആരംഭിക്കുന്നത് ശംഖനാദത്തോടു കൂടിയാണ്. ശംഖനാദം കേൾക്കുമ്പോൾ നിങ്ങൾ പറ്റുമെങ്കിൽ ഇപ്പോൾ ഒന്ന് സ്മരിച്ചു നോക്കാം. നമ്മളുടെ നാഡീഞരമ്പുകൾക്കൊക്കെ തന്നെ ഒരു വൈബ്രേഷൻ ഉണ്ടാവും ശംഖനാദം. നല്ല ശംഖിൻ്റെ നാദം കേൾക്കുമ്പോൾ അത് ഒരു ഉണർവ് നൽകുന്നതാണ്. ഒരു ക്ഷേത്രത്തിൽ വെളുപ്പാങ്കാലത്ത് 3 മണിക്ക് തന്നെ പള്ളി ഉണർത്തുക എന്ന് പറഞ്ഞിട്ട് ക്ഷേത്രത്തിലെ ചടങ്ങുകൾ ആദ്യമായിട്ട് ആരംഭിക്കുന്നത് തന്നെ ഈ ശംഖനാദത്തോടു കൂടിയാണ്. മാത്രമല്ല അമ്പലത്തിലെ ഏത് ചടങ്ങുകളുടെയും ആരംഭത്തിൽ വാദ്യവിശേഷത്തിൻ്റെ ആരംഭം ശംഖനാദത്തോടു കൂടിയാണ്. ഇപ്പോൾ നേദ്യം എഴുന്നള്ളിക്കുമ്പോൾ ശംഖ് വിളിക്കും, സന്ധ്യാസമയത്ത് ശംഖ് വിളിക്കും. അതുപോലെ ഉത്സവത്തിൻ്റെ ഇടയിലും വരുന്ന ഓരോരോ ചടങ്ങുകൾക്കിടയിലും പലപ്പോഴായിട്ട് ശംഖ് വിളിക്കും. പ്രധാനമായിട്ട് ഒരു ശ്ലോകത്തിലൂടെ പറയാം.
ആരോഹണവേളായാം ധ്വജസ്യാപ്യവരോഹണേ ഉത്സവേ ബലിദാനേതു ശംഖാദ്യൈശ്ചൈവ ഘോഷയത്. ശംഖതൂര്യാദി നിർഘോഷം ഹരിതൃപ്തികരം മുനേ രക്ഷോ വിദ്രാവണം ചെയ്വ രാജശാന്തികരം കഥ വിശ്വസേന സംഹിത എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുള്ളതാണ്. അപ്പോൾ ഒരു ഉത്സവത്തിൻ്റെ ആരംഭത്തിൽ കൊടി കയറുമ്പോഴായാലും കൊടി ഇറങ്ങുമ്പോഴായാലും ഈ സമയത്തൊക്കെ അതുപോലെ ഉത്സവം പലതരത്തിലുണ്ട്. ധ്വജാതി ഉത്സവം, പടഹാതി ഉത്സവം, അങ്കുരാതി ഉത്സവം എന്നൊക്കെ പറഞ്ഞ ഉത്സവങ്ങളുണ്ട്. ഏത് ഉത്സവമായാലും അതിൻ്റെ ആരംഭത്തിൽ ശംഖനാദം ഉണ്ടാവണം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഹരിക്ക് തൃപ്തികരമാണെന്നും രക്ഷോവിദ്രാവണം അത് നെഗറ്റീവ് എനർജികളൊക്കെ ഇല്ലാണ്ടാവുന്നതിന് ഒരു കാരണം കൂടിയാണ് ശംഖനാദം എന്നാണ് പറയുന്നത്. അപ്പം ശംഖാണ് ഇതിലെ അനുഷ്ഠാന വാദ്യങ്ങളിൽ ഏറ്റവും മുഖ്യമായിട്ടുള്ള ഒന്ന്. രണ്ടാമത് പറയുന്നത് ചേങ്ങില എന്ന് പറയുന്ന വാദ്യോപകരണമാണ്. ഓട് എന്ന് പറയുന്ന ലോഹം കൊണ്ട് ഉണ്ടായിട്ടുള്ളത് നിങ്ങൾക്കൊക്കെ കണ്ടുപരിചയമുള്ളതാണ്, കൂടുതൽ ഞാൻ വിസ്തരിക്കുന്നില്ല. ഇതിൻ്റെ ഒരു പ്രത്യേകതയും എന്താ വെച്ചാൽ ഓങ്കാരമാകുന്ന നാദം തന്നെ, നാദം എന്നാണ് പറയുക. ഇപ്പം ഈ ശബ്ദം എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, ഈ ശബ്ദങ്ങൾക്ക് ഈ വാദ്യോപകരണങ്ങൾക്കൊക്കെ ഉണ്ടാകുന്ന ശബ്ദത്തിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ നാദം, താളം, ലയം എന്ന് പറയുന്ന മൂന്ന് ചേർന്നിട്ടൊക്കെയാണ് ഒരു അവസ്ഥ ഉണ്ടാകുന്നത്, അതൊരു സുഖമുണ്ടാകും. ഇപ്പോൾ വെടികൊട്ടൊക്കെ ഉണ്ടാകുന്ന ശബ്ദമൊക്കെ സ്ഫോടമായിട്ടൊരു ശബ്ദമാണ്. നാദം എന്ന് പറഞ്ഞാൽ അനുരണന സ്വഭാവത്തോട് കൂടിയതാവണം. അതിനെയാണ് നമ്മൾ നാദം എന്ന് പറയുന്നത്. ഒരു കമ്പി നീട്ടുമ്പോൾ, വീണക്കമ്പി നീട്ടുമ്പോൾ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ പുല്ലാങ്കൂട് ഊതുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ വരുന്നതായിട്ടുള്ള വേവ്സ് ആയിട്ടുള്ളത്. അപ്പം ഇങ്ങനെ അനുരണന സ്വഭാവമുള്ളത് നാദമായിട്ട് നമ്മൾ എടുക്കാറുള്ളൂ. ഇങ്ങനെയുള്ള നാദരൂപത്തിലുള്ളതാണ് ഇതിൻ്റെയൊക്കെ ശബ്ദം. ഈ ചേങ്കില എന്ന് പറയുന്നതിനും നല്ല നാദമാണ്. അതിൻ്റെ മറ്റൊരു വിശേഷം എന്ന് പറയുന്നത് ക്ഷേത്രങ്ങളിൽ പ്രധാനമായിട്ടുള്ള ഒരു വാദ്യ സമ്പ്രദായം പാണി എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഈ കലശമൊക്കെ ഉണ്ടാകുമ്പോൾ അതിലൊക്കെ ഒരു ഒഴിച്ചുകൂടാനാകാത്ത ഒരു വാദ്യോപകരണമാണ് ചേങ്കില. ഇപ്പം മഴ പോലുള്ള സന്ദർഭങ്ങളിലായാലും ദേവനെ എഴുന്നേറ്റ് പ്രദർശിക്കുന്ന സമയത്തായാലും ഒക്കെ എപ്പോഴും കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു നാദമായിട്ടാണ്, ഒരു ശബ്ദ ഉപകരണമായിട്ടാണ് ചേങ്കിലയെ കണക്കാക്കുന്നത്. ഈ ചേങ്കില മാത്രമായാലും അതിൻ്റെ ശബ്ദം കേട്ടുകൊണ്ട് ഭഗവാനെ എഴുന്നേറ്റ് കൊണ്ടു നടക്കാം എന്നുള്ള വിധിയുമുണ്ട്. അപ്പം അതുകൊണ്ട് ചേങ്കില രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു വാദ്യോപകരണമാണ്. പിന്നെയുള്ളത് വളരെ വിശേഷപ്പെട്ട ഒന്നാണ് മദ്ദളം എന്ന് പറയുന്ന വാദ്യോപകരണം. മദ്ദളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത് പാർവതി പരമേശ്വരന്മാരുടെ രൂപം തന്നെയായിട്ടാണ് പറയുന്നത്. ഇപ്പോൾ നാരദ മുനിയുടെ സംഗീതമഗ്രന്ഥം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, ദക്ഷിണാഗ്രെ സ്ഥിതോ രുദ്ര ഉമാ വാമേ പ്രതിഷ്ഠിത ശിവശക്തിമയോ നാദോ മദ്ദള പ്രതിഷ്ഠിത. മദ്ദളം ഉണ്ടാക്കിയത് വിഷ്ണുവാണെന്ന് പറയുന്നു. അതായത് പാർവതി പരമേശ്വരന്മാരുടെ ആനന്ദ നൃത്ത വേളയിൽ പലതരത്തിലുള്ള വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ചിട്ടും തൃപ്തി വരാണ്ട് വിഷ്ണു സ്വന്തമായിട്ട് നിർമ്മിച്ച് ആദ്യമായി വിഷ്ണു തന്നെ പ്രയോഗിച്ചു. പിന്നീട് അത് നന്ദികേശ്വരനെ ഏൽപ്പിച്ചു ഈ സന്ദർഭങ്ങൾ വായിക്കാനായിട്ട്. അങ്ങനെയാണ് മദ്ദളത്തിൻ്റെ ഉൽപ്പത്തി എന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ മദ്ദളത്തിൽ നിന്നുണ്ടാകുന്ന ശബ്ദം വളരെ മംഗളകരമായിട്ടുള്ളൊരു ധ്വനിയായിട്ടാണ് പറയുന്നത്. ഇപ്പോൾ ഉണ്ണായി വാര്യരൊക്കെ എഴുതുന്നു, ശംഖമദ്ദള മംഗളധ്വനി ദിൻമുഖേഷു നിശമ്യതേ ഉണ്ണായി വാര്യരുടെ നാരകത്തിലുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ മദ്ദളം കൊണ്ട് ദേവീ ദേവന്മാരൊക്കെ സന്തോഷിക്കുന്നു എന്ന് കുറച്ച് മുമ്പ് സംഗമേശ്വരൻ പറഞ്ഞ പോലെ ദീക്ഷിതരുടെ കൃതികളിൽ ദീക്ഷിതർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണം ചന്ദ്രശേഖരം സദാ ഭജേഹം എന്ന് പറയുന്ന മാർഗഹിന്ദുള്ള രാഗത്തിൽ ഒരു വരിയുണ്ട്. അദ്ദേഹം ധരിക്കുന്നുണ്ട്, ശുദ്ധ മദ്ദള വാദ്യപ്രിയ എന്ന് ശിവനെ പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കൃതിയാണ് അഖിലാണ്ടേശ്വരി രക്ഷണ. അതിലുണ്ട് ജലി ഗർജര വാദ്യനാദം വിദ്യയുണ്ട്. അവിടെ മദ്ദള എന്ന് പറയുന്ന വാദ്യത്തെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ അത് കൂടാണ്ട് മദ്ദളം സ്ത്രീകൾ പോലും വായിക്കാറുണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഇരയിമൻ തമ്മിയുടെ കൃതിയിൽ ഇങ്ങനെ കാണില്ല. മദ്ദളം വാദിയ ചന്ദ്രലേഖ എന്ന് പറയുന്നത് വരികയും അപ്പം സ്ത്രീകളും മദ്ദളം ഉപയോഗിച്ചിരുന്നിരിക്കണം എന്ന് നമുക്ക് അനുമാനിക്കാം. പിന്നെ കേരളത്തിൽ
ഈ മദ്ദളത്തിൻ്റെ പ്രയോഗം എന്ന് ഊഹിക്കുമ്പോൾ തമിഴ്നാട്ടിലും ഇതിന് പ്രാധാന്യം ഉണ്ടായിരുന്നിരിക്കണം. കാരണം ദീക്ഷിതർ തന്നെ ഒരു ശിഷ്യനുണ്ട്, ശുദ്ധമദ്ദളം തമ്പിയപ്പ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ ഉദര രോഗത്തിന് ശാന്തി വരുത്താൻ വേണ്ടിയിട്ടാണ് അത്ര നവഗ്രഹ കൃതികൾ എഴുതിയിട്ടുള്ളത്. ഗുരുവിൻ്റെ ദോഷമാണ് ഈ ഉദരരോഗത്തിന് കാരണം. പല വൈദ്യന്മാരെ കാണിച്ചിട്ട് മാറാണ്ട് ഗുരുനാഥൻ്റെ അടുത്ത് വന്നപ്പോൾ പറഞ്ഞു, അദ്ദേഹം ജ്യോതിഷം നന്നായിട്ട് വശമുള്ള ആളായതുകൊണ്ട് ഗുരുപ്രസാദാണ് അതിന് വേണ്ടതെന്ന് പറഞ്ഞിട്ടാണ് ബൃഹസ്പതി എന്ന് പറയുന്ന കൃതി ആദ്യമായിട്ട് എഴുതിയത്. അതിന് ഫലം കിട്ടിയപ്പോൾ മറ്റ് ഗ്രഹങ്ങളെ പറ്റിയിട്ടും പിന്നെ കൃതികൾ എഴുതി എന്നാണ് അതിനെപ്പറ്റി പറയുന്നത്. അപ്പോൾ മദ്ദളം എന്ന് പറയുന്നത് വളരെ വിശേഷപ്പെട്ടതാണ്. ശിവശക്തി സ്വരൂപത്തോട് കൂടിയിട്ടുള്ള ഒരു വാദ്യോപകരണമായിട്ട് പറയുന്നു. മാത്രമല്ല വാര്യർ സമുദായത്തിൻ്റെ താലി മദ്ദളത്തിലുള്ളതാണ്, മംഗളകരമാണ് എന്നുള്ളത് ഞാൻ മറ്റൊരു തെളിവ് കൂടിയാണ്. പിന്നെ ഉള്ളൊരു വാദ്യോപകരണം ഇടയ്ക്ക. ഇടയ്ക്ക എന്ന് പറയുന്നതിൽ പലതരത്തിലുള്ള തത്വങ്ങൾ ഉൾച്ചേർന്നിട്ടുള്ളതാണ്. ഇപ്പോൾ അതിൽ 4 വേദങ്ങൾ, ഷഡ്ദർശനങ്ങൾ, 64 കലകൾ, ഇതൊക്കെ ഉൾച്ചേർന്നിട്ടുള്ള ഒരു വാദ്യോപകരണമായിട്ടാണ് ഇടയ്ക്കയിൽ പറയുന്നത്. ഇടയ്ക്ക എന്ന് പറയുന്ന വാക്ക് തന്നെ ഒരു തമിഴിൽ നിന്ന് വന്നിട്ടുള്ള വാക്കായിരിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഭാഷാപരമായിട്ടൊരു സ്വരഭക്തി എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട്. രാമൻ എന്നുള്ളതിന് തമിഴിൽ ഇരാമൻ എന്നും ലക്ഷ്മണൻ എന്നുള്ളതിന് ഇലക്കണൻ എന്നൊക്കെ പറയും. ഇതൊക്കെ നമ്മുടെ ഭാഷയിലുണ്ട്. സ്കൂൾ എന്നുള്ളതിന് സ്കൂൾ എന്ന് പറയാം, അല്ലെങ്കിൽ സ്കേ എന്നുള്ളതിന് ഇസ്കേ എന്ന് പറയാം. അപ്പോൾ ഇത് സ്വരഭക്തി എന്നാണ്. അതുപോലെ ശിവന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഢക്കയ്ക്ക് അതിന് സമാനമായിട്ട് ഉണ്ടാക്കിയ പേര് ഈ എന്നുള്ള സ്വരം. പഴയ കാലത്ത് തമിഴ് കേരള വ്യത്യാസം ഉണ്ടായിരുന്നില്ല. മൊത്തത്തിൽ ദക്ഷിണേന്ത്യ എന്ന് പറയുന്ന ഒരു കാലമായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഡക്ക ഇടയ്ക്ക ആയിട്ട് വന്നതായിരിക്കാം എന്നുള്ളൊരു ഊഹമുണ്ട്. പിന്നെ ഇതിലെ 4 വേദങ്ങൾ എന്ന് പറയുന്നത് ഇടയ്ക്കയിൽ പൊടിപ്പുകൾ തൂക്കുന്നതിന് വെക്കുന്ന 4 കോലുകളുണ്ട്. അതിനാണ് 4 വേദങ്ങളുടെ സങ്കല്പമായിട്ട് പറയുന്നത്. ഓരോ വട്ടങ്ങളിലും ഇത് ബന്ധിപ്പിക്കുന്നതിന് 6 ദ്വാരങ്ങളാണ് ഉള്ളത്. അതിനാണ് ഷഡ്ദർശനങ്ങൾ എന്ന് സങ്കല്പിക്കുന്നത്. ഈ പൊടിപ്പുകളുടെ എണ്ണം അതിൽ 64 എണ്ണാന്നുള്ളതാണ്. അപ്പോൾ ഈ 64 കലകളെ പ്രതിനിധാനം ചെയ്യുന്നതാണെന്ന് പറയുന്നു. മാത്രമല്ല ഇതിൽ നിന്നുണ്ടാകുന്ന ശബ്ദം അത് ജീവാത്മ പരമാത്മ ബന്ധം കൊണ്ടുണ്ടാകുന്നതാണ്. പരമാത്മാവ് മാത്രമായിട്ട് ശബ്ദം ഉണ്ടാവുകയല്ല ചെയ്യുന്നത്. നമ്മൾ ഒരു ഭാഗത്ത് കൊട്ടുമ്പോൾ പിൻഭാഗത്തും 2 പനനാരുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. 2 ഭാഗത്തും പനനാര് കിട്ടിയിട്ടുണ്ടാവും. അപ്പം ഇവിടെ തട്ടുമ്പോഴും പിന്നിലും അനുരണനം സംഭവിക്കുന്നു, പിന്നിലും കമ്പനം സംഭവിക്കുന്നു. അങ്ങനെ ഇത് രണ്ടിൻ്റെയും ചേർച്ചയോട് കൂടിയിട്ടാണ് ഇതിൽ നിന്ന് ഈ നാദം ഉണ്ടാകുന്നത് എന്ന് പറയുന്നു. മറ്റൊരു വാദ്യമുള്ളത് തിമല എന്ന് പറയുന്ന വാദ്യോപകരണം. അതിൻ്റെ ഉത്ഭവം ശൂരപത്മാസുരനാണ് അത്ര ഉണ്ടാക്കിയത്. ശൂരപത്മാസുരൻ ഈ പറഞ്ഞ പോലെ ഒരു ശിവഭക്തനായിരുന്നു. അദ്ദേഹം ഇതുപോലെ ശിവന്റെ കയ്യിലുള്ള വാദ്യോപകരണം കണ്ട് തനിക്കും അതുപോലെ ഒന്ന് വേണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ അദ്ദേഹത്തോട് തന്നെ അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരാൻ പറഞ്ഞു. അപ്പോൾ ആളുണ്ടാക്കിയപ്പോൾ കുറച്ച് നീളം കൂടി വന്നു, ശബ്ദമൊന്നും നേരെയാവുന്നില്ല. എങ്ങനെ ഒരാൾ വിചാരിച്ച് ശബ്ദം ചെയ്യാം. ശിവൻ മേടിച്ചു. എന്നിട്ട് ശിവൻ അതിൻ്റെ ആ കുട്ടിയുടെ മധ്യഭാഗത്തായിട്ടൊരു ചെറുകൊണ്ടൊരു ദ്വാരം ഉണ്ടെന്നാണ് പറയുന്നത്. അതിന് ചേട്ടൻ പൊട്ടി നോക്കിയപ്പോഴാണ് അതിൽ നിന്ന് ധോം ധോം എന്ന് പറയുന്ന ശബ്ദം ഉണ്ടായിരുന്നത്. അപ്പോൾ ധോംകാരം, ധിമിക്കാരം അതിൽ നിന്ന് ആദ്യമായിട്ട് ഉത്ഭവിച്ചു എന്നുള്ള അർത്ഥത്തിൽ അതിന് ധിമില എന്ന ആദ്യം പേര് വന്നു. പിന്നെ അത് പ്രയത്നലാഘവം കൊണ്ട് തിമില എന്ന് നമ്മൾ പറഞ്ഞു വരുന്നു എന്നാണ് അതിനെ പറ്റിയിട്ടൊരു കഥ പറയുന്നത്. അതിൽ ഈ ഒരു കഥ ശിവപുരാണത്തിൽ പറഞ്ഞിട്ടുണ്ടെന്ന് അന്നമയുടെ പ്രധാനിഷ്ടമാരായിട്ട് പുസ്തകത്തിൽ പരാമർശിക്കുന്നു. പിന്നെ തിമലയുടെ വാദ്യ പ്രയോഗ പഠന രീതി, അത് ഈ അതിൻ്റെ സാധക രീതികൾ തിസ്രം, ചതുരസ്രം, ഖണ്ഡം, മിശ്രം എന്ന് പറയുന്ന ജാതികളിൽ പെട്ട രീതിയിലാണ് പറയുന്നത്. ബാക്കിയുള്ളവരൊക്കെ പൊതുവെ ചതുരസ്രവും തിസ്രവും മാത്രമാണ് ഈ താളത്തിന് ഉപയോഗിക്കുന്നത്. ചട്ടക്കാരൊക്കെ അങ്ങനെയാണ് പതിവ്. ചതുരസ്രവും തിസ്രമാണ് അധികവും പതിവ്. പക്ഷേ തിമലക്കാര് ഈ പറഞ്ഞ ജാതികളിലൊക്കെ അതിൻ്റെ സാധക ക്രമങ്ങളുണ്ട്. കാരണം അതിൽ താങ്ങും തോന്നുമുള്ള ശബ്ദം മാത്രമാണ് അതിൽ ഉള്ളത്. അത് 2 കയ്യിൽ മാത്രം. ഇത് മാറി മാറി പൊട്ടലാണ് അതിൻ്റെ പ്രത്യേകത. അത് വ്യത്യസ്ത നടകളിൽ സാധകം ചെയ്ത് പരിശീലിക്കുകയാണ് തിമല ചെയ്യുന്നത്. ഇതിനൊക്കെ ഈ അനുഷ്ഠാനപരമായിട്ടുള്ള വാദ്യങ്ങളിൽ സ്ഥാനമുള്ളതാണ്.
അനുഷ്ഠാന വാദ്യങ്ങളിൽ എല്ലായിടത്തും ഈ പറഞ്ഞ വാദ്യങ്ങൾക്കൊക്കെ സ്ഥാനമുള്ളതാണ്. പിന്നെ അടുത്തത് ചെണ്ട എന്ന് പറയുന്ന വാദ്യോപകരണമാണ്. ചെണ്ടയ്ക്ക് ഇടന്തല വലന്തല എന്ന് പറയുന്ന 2 ഭാഗങ്ങളുണ്ട്. അത് ദേവാസുര സമ്മിശ്രമായിട്ടുള്ളതാണ്. വലന്തല ഭാഗത്ത് ദേവവാദ്യമായിട്ടും ഇടന്തല ഭാഗത്ത് ശബ്ദ ഗാംഭീര്യം കൊണ്ട് ആസുരീയമായിട്ടുമാണ് പറയാറുള്ളത്. ക്ഷേത്രങ്ങളിൽ അടിയന്തരാദി കാര്യങ്ങളിൽ എപ്പോഴും പൂജ അങ്ങനെയുള്ള കർമ്മങ്ങളിലൊക്കെ അനുസാരിയായിട്ട് വരുന്നത് വലന്തല വാദ്യമാണ്. നമുക്കധികവും കേൾക്കാൻ സാധിക്കുന്നത്. പിന്നെ ഇലത്താളം എന്ന് പറയുന്നത് മറ്റൊരു ഒട്ടുവാദ്യമാണ്. അതിന് ഈ പറഞ്ഞ പോലെ കേരളീയ വാദ്യങ്ങളിൽ എല്ലായിടത്തും ഒഴിച്ചുകൂടാനാകാത്ത ഒരു സ്ഥാനം അതിനുണ്ട്. പിന്നെ കൊമ്പ് എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപരിചയമുള്ളതാണ്. കമ്പിന് ഈ കൊമ്പ് എന്ന് പറയുന്ന വാദ്യോപകരണം വായിക്കുന്ന സമയത്ത് മാത്രം അത് യോജിപ്പിച്ചുകൊണ്ട് 3 മുറികളായിട്ട് ഇരിക്കുന്ന ആ ഒരു വാദ്യോപകരണം ഊതുന്ന സമയത്ത് മാത്രമാണ് അതിനെ യോജിപ്പിച്ച് നിർത്തുന്നത്. 3 മുറികളിൽ, ഒന്ന് ഊത്തുമുറി, മറ്റൊന്ന് നടുമുറി, മറ്റൊന്ന് കാളാഞ്ചിമുറി, ഇങ്ങനെ പേരൊക്കെ പറയും. അത് 3നെയും ബന്ധിപ്പിച്ച് ഒരു ചരട് കെട്ടി ഒന്നാക്കി നിർത്തിയിട്ടാണ് അതിലൂടെ ശബ്ദം പുറപ്പെടുവിക്കുന്നത്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു വേദ സമാനമായിട്ടാണ്. അതിൽ 3 ശബ്ദം മാത്രമേ അതിൽ വരുത്താൻ സാധിക്കുന്നുള്ളൂ. ഈ പറഞ്ഞ പോലെ ഉദാത്ത അനുദാത്ത സ്വരിതം എന്ന് പറയുന്ന 3 സ്വരങ്ങൾ മാത്രം അതിന് വരുത്താൻ സാധിക്കുന്നുള്ളൂ. പക്ഷെ എന്നിരുന്നാലും ഈ 3 സ്വരങ്ങൾ വെച്ചുകൊണ്ട് തന്നെ അതിന് വളരെയധികം പ്രയോഗ സാധ്യതയുമുണ്ട്. അതുപോലെ അനുഷ്ഠാന വാദ്യങ്ങളിൽ പ്രത്യേകമായിട്ടൊരു സ്ഥാനവും അതിന് കൽപ്പിച്ചിട്ടുണ്ട്. മറ്റൊന്നുള്ളത് കുറുങ്കുഴൽ. സംഗീതപരമായിട്ടുള്ള ഒരു ഉപകരണമായിട്ടാണ് കുറുങ്കുഴൽ പറയുന്നത്. ശബ്ദസ്വരങ്ങൾ വായിക്കാൻ കഴിവുള്ളതാണ്, ഒരു വാദ്യോപകരണമാണ്. അപ്പം ഈ പറഞ്ഞ വാദ്യോപകരണങ്ങളൊക്കെ തന്നെ സംഗീതപരമായിട്ട് പ്രയോഗിക്കാൻ സാധ്യതയുള്ള, അനുഷ്ഠാനപരമായിട്ട് വായിക്കാൻ സാധ്യതയുള്ള ഒരു ഉപകരണമാണ് ഈ കുറുങ്കുഴൽ എന്ന് പറയുന്നത്. അവയ്ക്കും ഈ അനുഷ്ഠാന വാദ്യങ്ങളിലൊരു സ്ഥാനമുണ്ട്. അതുകൂടാതെ അവർക്ക് സ്വതന്ത്രമായിട്ടുള്ളൊരു പ്രയോഗമാണ് അവരുടെ കുറുങ്കുഴൽ പറ്റ് എന്ന് പറയുന്നത്. അതിൽ ഈ പറഞ്ഞ പോലെ തുടക്കത്തിൽ ഗംഭീര നാട്ടരാഗത്തിൽ ഗണപതിസ്തുതിയൊക്കെ വായിക്കുക, പിന്നെ അവസാനം പല കാമ്പോജി ഭൈരവിക്കാണ് അതിലത്തെ വിസ്തരിച്ച് വായിക്കുന്ന ചില ഭാഗങ്ങൾ മുഖാരി ഷഹാനിയും ഒക്കെ വായിക്കാറുണ്ട്. എന്നാൽ അവസാനത്തിൽ മധ്യമാവധി ഊതി നിർത്തുക എന്ന് പറയുന്ന ഒരു സമ്പ്രദായവും കുറുങ്കുഴൽ വാദ്യത്തിൽ ഉള്ളതാണ്. പിന്നെ അമ്പലത്തിൽ മാത്രം ഉപയോഗിക്കുന്ന, തികച്ചും അനുഷ്ഠാനപരമായി മാത്രം ഉപയോഗിക്കുന്ന ഒരു വാദ്യോപകരണമാണ് മരം എന്ന് പറയുന്നത്. പാണിമരം എന്ന് പറയും. പാണി എന്ന് പറയുന്നത് ക്ഷേത്രങ്ങളിൽ ഉത്സവത്തിന് ശ്രീഭൂതബലിക്ക് മുമ്പേ ആയിട്ട് രാവിലെ കാണാം. അതുപോലെ കലശം ഒക്കെ ഉണ്ടാകുമ്പോൾ അതിന് കലശം എഴുന്നള്ളിക്കുന്നതിന് മുമ്പേ ആയിട്ട് പാണി ഉണ്ടാവും. അതുപോലെ പള്ളിവേടൊക്കെ എഴുന്നള്ളിക്കുന്നതിന് മുമ്പ് കുടിമരത്തിനകത്ത്, ആറാട്ടിന് എഴുന്നള്ളിക്കുന്നതിന് മുമ്പ് കുടിമരത്തിനകത്ത്, ഇത്രയൊക്കെ ഇതിന് പ്രയോഗ സാധ്യതകളും. അമ്പലത്തിൻ്റെ മതിൽക്കെട്ടിന് പുറത്തൊന്നും ഇതിന് യാതൊരു സ്ഥാനവും ഇല്ല ഈ മരം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇത്രയും സന്ദർഭങ്ങളിൽ മാത്രം ഉപയോഗിക്കുന്ന വളരെ വിശേഷപ്പെട്ട ഒന്നാണ് ഈ മരം എന്ന് പറയുന്നത്. അതിന് ശബ്ദമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കാക്കോ എന്ന് പറയുന്ന 2 ശബ്ദം മാത്രമല്ല, അത് വളരെ സൂക്ഷ്മമായിട്ട് മാത്രമേ അത് കേൾക്കാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ശബ്ദമാണ്, ചെറിയ ശബ്ദമാണ്. അതിന് ഒരു ഈ ചോറിട്ട് ഉപയോഗിക്കുക എന്നൊക്കെ പറയും. ഉണക്കരിയും ചോറും കരിയും തേച്ചിട്ടുള്ള ഒരു മിശ്രിതം അതിൽ ഉപയോഗിക്കണം. അതുപോലെ വസ്ത്രം കൊണ്ട് പൊടിയണം. അത് ഈ മരം 2 മരം ഉണ്ടായിരിക്കും എപ്പോഴും പാണിക്ക്. ഒരു മരം മാത്രമായിട്ട് പ്രയോഗിച്ച് കണ്ടിട്ടില്ല. അതിൻ്റെ കൂടെ ചേങ്ങിലയും ശംഖും ഉണ്ടാവും. ഇത് ഉപയോഗിക്കുന്ന ആൾക്കാർ അത്രത്തോളം നിഷ്ഠയോട് കൂടി വേണം, ശുദ്ധമായിട്ട് വേണം. അതുപോലെ തച്ചുകൊടുക്കണം, ഉദരീയപ്പെടണം എന്നൊക്കെ പറയും ശേഷമായിട്ടുള്ള ഈ പാണികൾക്കൊക്കെ അത്രത്തോളം അതിന് പ്രാധാന്യമുള്ളതാണ്. താന്ത്രിക ക്രിയകളുമായിട്ട് അടുത്ത ബന്ധം പുലർത്തുന്ന ഒന്നാണ് ഈ മരം എന്ന് പറയുന്ന വാദ്യോപകരണം. പാണിക്ക് മാത്രമേ അത് ഉപയോഗിക്കാറുള്ളൂ, വേറെ ഒന്നിനും അത് ഉപയോഗിക്കാറുള്ളൂ. പിന്നെ മറ്റൊന്നുള്ളത് മിഴാവ് എന്ന് പറയുന്ന വാദ്യോപകരണമാണ്. കൂത്തമ്പലത്തിൽ മാത്രം ഉപയോഗിക്കുന്നതാണ്. കൂടിയാട്ടം, കൂത്ത് തുടങ്ങിയിട്ടുള്ള കലാരൂപങ്ങൾക്ക് അനുസാരിയായിട്ട് ബാക്കി ഉപയോഗിക്കുന്നതാണ്. ഇതിനും ഈ പറഞ്ഞ പോലെ മിഴാവിന് ഉപനയനം പോലുള്ള ചടങ്ങുകളൊക്കെ ചെയ്യാറുണ്ട്. ഈ മരത്തിൻ്റെയും മിഴാവിൻ്റെയും കാര്യത്തിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ തുടക്കത്തിലും ഒടുക്കത്തിലും അഭിവാദ്യം ചെയ്തുകൊണ്ട് വേണം ഈ വാദ്യോപകരണങ്ങൾ ഉപയോഗിക്കുന്നത്. ഇതൊക്കെ ഇതിൻ്റെ ഈ ഒരു പ്രാധാന്യത്തെ എടുത്ത് കാണിക്കുന്നതാണ്. ഇപ്പം
ഇത്രയും ഞാൻ വാദ്യ ഉപകരണങ്ങളെ പറ്റി പറഞ്ഞു. ഇനി വാദ്യ സമ്പ്രദായങ്ങളെ പറ്റി പറയാം. അതിൽ ആദ്യമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് കേളി എന്ന് പറയുന്ന വാദ്യ സമ്പ്രദായമാണ്. അതിന് പേരിനർത്ഥം യശസ്, കീർത്തി എന്നൊക്കെയുള്ളതാണ്, അല്ലെങ്കിൽ വിളിച്ചറിയിക്കുക, അങ്ങനെയൊക്കെയുള്ള അർത്ഥങ്ങൾ കൂടിയതാണ് ഈ കേളി എന്ന് പറയുന്ന വാദ്യ സമ്പ്രദായം. അത് അനുഷ്ഠാനപരമായിട്ട് പലയിടത്തും സ്ഥാനമുള്ള ഒന്നാണ്. ഇപ്പോൾ ഉത്സവ സമയങ്ങളിലൊക്കെ സന്ധ്യകേളി എന്ന് പറയുന്ന ഒന്നുണ്ട്. കഥകളി ഉണ്ടാകുമ്പോൾ അതിന് മുമ്പായിട്ട് കേളി ഉള്ളതായിട്ട് അറിയാം. ഇത് മദ്ദളക്കേളി, ചെണ്ടക്കേളി, ഇങ്ങനെ രണ്ട് തരത്തിലും പലതുണ്ട്. മദ്ദളം മാത്രമായിട്ടുള്ളൊരു മദ്ദളക്കേളി സമ്പ്രദായമുണ്ട്. ചെണ്ടക്കാരനും മദ്ദളക്കാരനും ചേർന്നിട്ടുള്ള മറ്റൊന്നുണ്ട്, അതിനെ ചെണ്ടക്കേളി എന്ന് പറയാറുണ്ട്. എങ്ങനെയായാലും മദ്ദളക്കാരനാണ് ഇവിടെ പ്രാധാന്യം. ഏത് കേളിയായാലും മദ്ദളക്കാരനാണ് പ്രാധാന്യം. പിന്നെ ചില പൂജാവേളകളിലും ഈ കേളിക്ക് സ്ഥാനമുണ്ട്. ഇപ്പോൾ ഈ തിരുവാങ്കാക്കുന്നില്, കൊട്ടിയൂര്, അവിടെയൊക്കെ ചടങ്ങുകളുടെ ഭാഗമായിട്ട് ഈ കേളി നടക്കാറുണ്ട് എന്നുള്ളതാണ്. ഇതിലൂടെയൊക്കെ നമുക്ക് വ്യക്തമാകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ ഒന്നിനെ അറിയിക്കാനാണ് ഈ കേളി പോകുന്നത്. ഇവിടെ ഈ സന്ദർഭത്തിൽ ഇന്ന കാര്യങ്ങൾ ഇവിടെ നടക്കുന്നു അല്ലെങ്കിൽ നടക്കാൻ പോകുന്നു എന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കേളി എന്ന് പറയുന്ന വാദ്യം സമ്പ്രദായം പ്രയോഗിക്കാറുള്ളത്. പിന്നൊന്നുള്ളത് തായമ്പക. ധാരാളം കണ്ട് കേട്ട് പരിചയമുള്ളതായിരിക്കും. ചടങ്ങുപരമായിട്ട് തായമ്പകയ്ക്ക് അധികം പ്രാധാന്യം എവിടെയും കൊടുത്തു കണ്ടിട്ടില്ല. എല്ലാ ക്ഷേത്രങ്ങളിലും അങ്ങനെ കൊടുത്തു കണ്ടിട്ടില്ല. എന്നാൽ അപൂർവമായിട്ട് ചടങ്ങിന്റെ ഭാഗമായിട്ട് തായമ്പകൾ നടക്കാറുണ്ട്. ഇപ്പോൾ ഗുരുവായൂർ ഉത്സവത്തിനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുപത് വടക്കേ നടയിലാണ് തായമ്പകളുടെ ഒരു സമ്പ്രദായം. അതുപോലെ തിരുവനന്തപുരത്തിലൊക്കെ ആറാടുകളാണ് തായമ്പകൾ. ഇതൊക്കെ അനുഷ്ഠാനപരമായി മാത്രം നടക്കുക. കുട്ടിയൂരും നമ്മുടെ ഈ ഭാഗങ്ങളിലൊന്നും ചടങ്ങിന്റെ ഭാഗമായിട്ട് തായമ്പക എന്ന് പറയുന്നത് കണ്ട് കേട്ടോ പരിചയമില്ല. വടക്കേ ഭാഗത്താണ് ഈ ചടങ്ങിന്റെ ഭാഗമായിട്ട് തായമ്പക കേട്ട് പരിചയമുള്ളത്. പിന്നെ ഈ കൊമ്പുപറ്റ്, ഇതും ചടങ്ങിന്റെ ഭാഗമായിട്ടൊക്കെ നടക്കാറുണ്ട്. പലയിടത്തും ദേവനെ എഴുന്നള്ളിച്ച് പുറത്തേക്ക് കൊണ്ടുപോയിട്ട് ഇറക്കി പൂജയുള്ള സന്ദർഭങ്ങളിലൊക്കെ ഈ കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ്, കേളിയൊക്കെ അവിടെ ചടങ്ങിന്റെ ഭാഗമായിട്ട് നടക്കാറുണ്ട്. അപ്പോൾ അനുഷ്ഠാനപരമായിട്ട് തന്നെയാണ് ഇതൊക്കെ വന്നിട്ടുള്ളത്. പിന്നീട് ഇതിന് ചില ദിക്കില് കൂടുതൽ സ്വീകാര്യത വന്നു, ആൾക്കാർ ഇതിന് ആസ്വാദകരുണ്ടായി എന്ന് വന്നപ്പോഴാണ് ഇതൊക്കെ പ്രത്യേകമായിട്ട് ചില വേദികളിൽ, ചില സ്വീകരണ ചടങ്ങുകളിൽ അല്ലെങ്കിൽ പിറന്നാൾ ആഘോഷങ്ങളിൽ ഇവിടെയൊക്കെ ഇതിന് സ്ഥാനം വന്നിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഉത്ഭവവും വളർച്ചയും എന്തായാലും അനുഷ്ഠാനപരമായി തന്നെയാണ് ഇതൊക്കെ വളർന്നു വന്നിട്ടുള്ളത് എന്നാണ് പറയാനുള്ളത്. മേളങ്ങളുടെ അവസ്ഥയും ഇതുപോലെ. മേളത്തെ പറ്റി പറയുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും ലളിതവുമായിട്ടുള്ള ഒരു ശ്രേഷ്ഠവുമായിട്ടുള്ള ഒരു വാദ്യവിശേഷമായിട്ട് വേണമെങ്കിൽ പറയാം. കാരണം അനവധി കലാകാരന്മാർ ഒന്നിച്ചു നിന്ന് ഉപയോഗിക്കുന്ന ഒരു വാദ്യവിശേഷം വേറെ ലോകത്തെ ഇത്രയധികം കലാകാരന്മാർ ചേർന്ന് നിന്നിട്ട് ഒരുപോലെ പ്രയോഗിച്ചുകൊണ്ട് ആനന്ദത്തിലേക്ക് ആറാടിക്കുന്ന ഒരു അവസ്ഥ വേറെ ഉണ്ട് എന്ന് തോന്നുന്നില്ല. അതിൻ്റെ നിയമാവലികളും നിഷ്കർഷങ്ങളും നോക്കിയാലും വളരെ ലളിതമാണ്. ഏത് പണ്ഡിതനും പാമരനും ഒരുപോലെ ആസ്വദിക്കുന്ന ഒരു വാദ്യമായിട്ടാണ് നമുക്ക് മേളത്തെ കണക്കാക്കാവുന്നത്. നമ്മുടെ കേരളത്തിൻ്റെ തന്നെ ഒരു അഭിമാനമായിട്ട് വേണമെങ്കിൽ ഈ ഒരു വലിയ വാദ്യവിശേഷത്തെ നമുക്ക് പറയാവുന്നതാണ്. പിന്നെ എന്നുള്ളത് പഞ്ചവാദ്യം എന്ന് പറയുന്നത്. പഞ്ചവാദ്യം എന്ന പദം തന്നെ വളരെ രസകരമായിട്ടുള്ളതാണ്. ആരോട് ചോദിച്ചാലും പലരും പറയാം 5 വാദ്യങ്ങൾ ചേർന്നതാണ് പഞ്ചവാദ്യം എന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല എന്നുള്ളതാണ് ചില ആൾക്കാരൊക്കെ പറയാറുള്ളത്. പഞ്ച് എന്ന് പറയുന്ന ധാതുവിന് വിസ്താരം എന്നാണ് അർത്ഥം. പഞ്ച വിസ്താര വചന എന്നാണ് അതിൻ്റെ ധാതു നിർദ്ദേശം ആവുന്നത്. ഇപ്പോൾ പഞ്ചാസ്യം എന്ന് പറയുന്ന പദം ശിവനെ പറ്റി പറയും. കുറച്ച് മുമ്പ് പറഞ്ഞു ഈശാനൻ, അഘോരൻ, വാമദേവ, തൽപി എന്ന് പറയുന്ന 5 മുഖങ്ങളോട് കൂടിയതാണ് പഞ്ചാസ്യം ശിവൻ. മാത്രമല്ല അതുപോലെ തന്നെ സിംഹത്തിനും ഈ പേരുണ്ട് പഞ്ചാസ്യം. പഞ്ചാസ്യ ഹരിയക്ഷ കേസരി ഹരി എന്നൊക്കെ പറഞ്ഞ് സിംഹത്തിന് പറയാറ്. അവിടെ സിംഹത്തിന് അർത്ഥം പറയുന്നത് വിസ്തൃതം ആസ്യം യസ്യ സഹ പഞ്ചാസ്യം, വിസ്തൃതമായിട്ടുള്ള മുഖത്തോട് കൂടിയവൻ എന്നാണ് പഞ്ചാസ്യം എന്നുള്ള അർത്ഥം അവിടെ പറയുന്നത്. ഈ പഞ്ചവാദ്യം എന്ന് പറയുന്ന വാദ്യ വിശേഷത്തെ നമ്മൾ നോക്കിയാൽ അതിൻ്റെ
സങ്കീർണതകൾ. നേരത്തെ വളരെ ലളിതമായിട്ട് മേളത്തെ പറഞ്ഞെന്ന് വെച്ചാൽ ഇന്ന് വാദ്യങ്ങളിൽ നമ്മൾ കാണുന്നതിൽ ഏറ്റവും കൂടുതൽ സങ്കീർണത ഉള്ള വാദ്യ സമ്പ്രദായം പഞ്ചവാദ്യമാണ്. ഇവിടെ താളത്തിലാണ് അത് ബേസ് നിൽക്കുന്നതെന്ന് വെച്ചാലും അതിനെ വിസ്തരിച്ച് 7ന്റെ ഇരട്ടി 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 ഇങ്ങനെ പോയി 7, 14, 28, 56, 112, 124, 892 വരെ അങ്ങനെ പോയിട്ട് അത്രയും അക്ഷരകാലത്തിലാണ് ഇതിൻ്റെ പരികാലം നിൽക്കുന്നത്. ഇനി അതിൻ്റെ അപ്പുറത്തൊരു കാലം പൊട്ടുന്നുണ്ട് അപൂർവമായിട്ട്. അപ്പോൾ ഇങ്ങനെ വിസ്തരിച്ചു പോകുന്നതായിട്ടുള്ള ഒരു വാദ്യവിശേഷം എന്നുള്ള രീതിയിലാണ് ഈ പഞ്ചവാദ്യം എന്ന പേര് വന്നിരിക്കാനൊരു സാധ്യത. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 5 എന്ന് പറഞ്ഞാൽ 5 വാദ്യം മാത്രമല്ല അതിൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് 5 വാദ്യങ്ങൾ എന്ന് നമുക്ക് പറയാനൊരു സാങ്കത്യം കുറവുണ്ട്. കാരണം പൊതുവി ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും തിമല, മദ്ദളം, ഇലത്താളം, കൊമ്പ്, ഇടയ്ക്ക, അഞ്ചം. ശംഖില്ലാണ്ടത് തുടങ്ങില്ല. ഇടയിലും കലാശ സന്ദർഭങ്ങളിലൊക്കെ ശംഖ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് വാദ്യം ഒന്ന് കൂടി കഴിഞ്ഞാൽ 6ആയി. പഞ്ചവാദ്യത്തിലായിട്ട് കണക്കാക്കാൻ പറ്റില്ല. പിന്നെ 5 തരത്തിലുള്ള വാദ്യങ്ങൾ എന്ന് പറഞ്ഞാലും അങ്ങനെയും നമുക്ക് സ്വീകാര്യമല്ല. കാരണം തിമലയും മദ്ദളവും ഏതാണ്ട് അവനന്ധ വാദ്യ വിഭാഗത്തിൽ പെട്ടതാണ്. പിന്നെ കൊമ്പ് സുഷിരവാദ്യമായിട്ടും ഇടത്താളം ധനവാദ്യമായിട്ടും ഇടയ്ക്കയെ തന്ത്രിവാദ്യമായിട്ടും പറയാം. 5 തരത്തിലുള്ള വാദ്യങ്ങൾ പൊതുവില്ല. പൊതുവിലെ വാദ്യങ്ങൾ 4 തരത്തിലാണ്. ചതുർവിധ വിധം വാദ്യം, വാദ്യനാമതം എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. 4 തരത്തിലാകെ വാദ്യങ്ങളുള്ളൂ. അപ്പോൾ പഞ്ചവാദ്യം എന്ന് പറയുന്നതിന് വിസ്തൃതമായത് എന്നുള്ള അർത്ഥത്തിൽ, വിസ്തരിക്കാവുന്നത് എന്നുള്ള അർത്ഥത്തിലൊക്കെ ആയിരുന്ന പഞ്ചവാദ്യം വന്നത്. മാത്രമല്ല ക്ഷേത്രത്തിൽ ഏറ്റവും ഉള്ളിൽ, ക്ഷേത്രത്തിൻ്റെ പുറത്ത്, മതിൽക്കെട്ടിന് പുറത്ത് എല്ലായിടത്തും സ്വീകാര്യമായിട്ടാണ് പഞ്ചവാദ്യം. അപ്പോൾ വിസ്തര അർത്ഥം എന്ന് പറയുന്നത് ഈ വാദ്യവിശേഷത്തിന് വളരെ യോജിച്ചതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ അടിയന്തര സമ്പ്രദായത്തിൽ നമ്മൾ പറയുമ്പോൾ ഒഴിച്ചുകൂടാൻ പറ്റുന്നതാണ് സോപാന സംഗീതം എന്ന് പറയുന്ന വാദ്യവിശേഷം. വിഷ്ണുനാമാനി ദിവ്യാനി സുസ്വരയിൽ അന്വിതാനി ചെയ്യും ഭവന്തി സാമതുല്യാനി കീർത്തിദാനി മനീഷിപ്പി. വിഷ്ണുനാമങ്ങൾ സുസ്വരങ്ങളോട് കൂടിയിട്ട് പാടുകയാണെങ്കിൽ അത് സാമ വേദ ഉച്ചാരണത്തിന് തുല്യമാണെന്നാണ് പറയുന്നത്. ഇപ്പം ഈ ഗീതം, വാദ്യം, അതുപോലെ നമ്മൾ ഈ പറയുന്നത് ഈ കലകളൊക്കെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആട്ടം, പാട്ട്, കൊട്ട്, കവിത എന്ന് പറയുന്ന 4 വിഭാഗത്തിൽ പെടുന്നതാണ്. അപ്പം ഇതൊക്കെ ക്ഷേത്രത്തിലെ ചൈതന്യ വർധനവിന് വേണ്ടി നമ്മൾ ചെയ്യുന്നു. താന്ത്രികനായിട്ടുള്ള ആചാര്യൻ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ ചൈതന്യ സമീപത്തിരുന്ന് ഓരോന്ന് ചെയ്യുമ്പോൾ അവിടെ അവർ ചെയ്യുന്നത് മന്ത്രാർച്ചനയാണ്. മന്ത്രാർച്ചന കൊണ്ട് സാധാരണയായിട്ട് സാധകന് മാത്രം ഗുണം കിട്ടുമ്പോൾ നാദാർച്ചന പുറത്ത് നിന്ന് അതിന് അർഹരായിട്ടുള്ള വ്യക്തികൾ ചെയ്യുമ്പോൾ അത് കണ്ടും കേട്ടും നിൽക്കുന്ന മറ്റുള്ളവർക്കും കൂടി അതിൻ്റെ ആനന്ദാനുഭവം ഉണ്ടാകും എന്നുള്ളതാണ് കലകളുടെ ഒരു പ്രത്യേകത. കലകൾ വളർന്നു വരാനുള്ള ഒരു കാരണവും ഇത് തന്നെയാണ്. അപ്പോൾ ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം അവനെ ആസ്വദിക്കുന്നു, അതോപോലെ തന്നെ മറ്റുള്ളവർക്കും ആസ്വാദനത്തെ പകർന്നു കൊടുക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഇവൻ്റെ ആ ഒരു ഉത്തരവാദിത്വം എല്ലാവർക്കും ആനന്ദം നൽകുക എന്നുള്ളതാണ്. അത് ആത്മീയമായിട്ടുള്ള ആനന്ദമാവുക. വെറുതെ ചെറുത് രീതിയിലെന്തോ കയ്യോ കാലോ ഇട്ട് ആട്ടൽ മാത്രമല്ല. ഈ ആനന്ദ അനുഭൂതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് നേരത്തേക്ക് ഇങ്ങനെ ഇത് കഴിഞ്ഞു പോയാലും നമുക്ക് കിട്ടണം. ഇപ്പോൾ തുടക്കത്തിലൊക്കെ പറഞ്ഞല്ലോ, രാമ രാമ രമാപതി എന്നുള്ള ആ ഒരു പാട്ടൊക്കെ പാടി നമ്മളത് കേട്ട് കഴിഞ്ഞാൽ ഒരു കൊല്ലത്തേക്കുള്ള എനർജിയാണ് അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ ഈ വാദ്യങ്ങളും ഗീതങ്ങളും ഒക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറേ നേരത്തേക്കെങ്കിലും നമ്മൾക്ക് ഒക്കെ ഫ്രീ ആയി, നമ്മൾ ഭാരമില്ലാത്തതായി തോന്നുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്നതായിരിക്കണം ഒരു കലാകാരൻ്റെ ധർമ്മം. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ ഒരു കലയുടെ ഒരു അംശം എനിക്ക് ആസ്വദിക്കാൻ സാധിച്ചതിൽ, നമ്മളുടെ സംസ്കൃതി തന്നെ ഭാഷയായിട്ടുള്ള സംസ്കൃത ഭാഷയുടെയും ഒരു അംശം ആസ്വദിക്കാൻ സാധിച്ചതിലും ഉള്ള കൃതാർത്ഥത നിങ്ങളുടെ മുമ്പിൽ കൃതജ്ഞതാപൂർവ്വം അറിയിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം ഈ പ്രബന്ധത്തെ ഇവിടെ നിങ്ങളുടെ വിലയിരുത്തലിനായിക്കൊണ്ട് ഗുണദോഷ
സ്വീകരിക്കുന്നതിനായിക്കൊണ്ട് സമർപ്പിക്കുന്നു.